5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഞാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ ഒരു പുസ്തകം അദ്ദേഹമാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഹസ്തരേഖ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, ഔദ്യോഗികമായി പഠിച്ചു. അത് മറ്റു പല ഡിഗ്രികളും എടുക്കുന്ന കൂട്ടത്തിൽ 7-8 പ്രൊഫഷണൽ ഡിഗ്രികൾ എടുക്കാൻ അവസരമുണ്ടായി. എനിക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഇതിൽ ശാസ്ത്രമുണ്ടോ, ഇത് ശാസ്ത്രീയമാണോ, ശരിയാണോ എന്നൊക്കെ പഠിക്കാൻ എൻ്റെ വൈകുന്നേര സമയങ്ങൾ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ അത് പ്രയോജനപ്പെടുത്തി. ഞാൻ മറ്റൊരുപാട് കോഴ്സുകൾ പഠിക്കാനില്ലാത്തതുകൊണ്ട് ഇത് പഠിക്കാൻ പോയി. 1 വർഷം പഠിക്കാൻ പോയി. ഞാൻ പിന്നെ സീരിയസ് ആയി പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചു. നല്ല മാർക്കിന് പാസ്സായതുകൊണ്ട് കുറച്ച് ദിവസം അവിടെ ഫാക്കൽറ്റി ആയിട്ടും പോയി. പക്ഷേ ഞാൻ അതൊന്നും പ്രൊഫഷണലായിട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ ശാസ്ത്രീയ അശാസ്ത്രീയ സംബന്ധിച്ചൊക്കെ എനിക്ക് വേറെ അഭിപ്രായമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ഈ വീഡിയോയുടെ പർവ്യൂവിൽ വരുന്നതല്ല. പക്ഷേ പിണറായി വിജയൻ്റെ കൈ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല മാതാമൃതാനന്ദമയി, നമ്മുടെ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം, അതുപോലെ തന്നെ നരേന്ദ്രമോദി, ഇങ്ങനെയുള്ള വളരെ പ്രമുഖരുടെയൊക്കെ ഉള്ളം കൈ ശ്രദ്ധിക്കാൻ ഇട വന്നിട്ടുണ്ട്. കാരണം അവർ പലപ്പോഴും കൈ ഉയർത്തിയൊക്കെ അഭിവാദ്യം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല പിണറായി വിജയൻ്റെ 2-3 ഇങ്ങനെ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്ന ചിത്രം നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ, നമ്മുടെ ഗൂഗിളിൽ കിടപ്പുണ്ട്, ചിത്രങ്ങളുടെ കൂട്ടത്തിൽ കിടപ്പുണ്ട്. പിണറായി വിജയൻ്റെ കയ്യിൽ, വലത് കയ്യിൽ തള്ളവിരലിനും ചൂണ്ടുവിരലും കഴിഞ്ഞാൽ അടുത്ത വിരലിൽ, മധ്യവിരലിന് താഴേക്ക് ഒരു നല്ല ഭാഗ്യരേഖ കിടപ്പുണ്ട്. ആ ഭാഗ്യരേഖ സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഭാഗ്യം വല്ലാതെ കടാക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആരോഗ്യരേഖയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യരേഖയിൽ പ്രശ്നങ്ങളുണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും വന്നല്ലോ. പിന്നെ ഭാഗ്യരേഖയിൽ ഒരു കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ, താഴെ നിന്നാണ് നമ്മൾ നോക്കുന്നത്, മുകളിൽ നിന്നല്ല. ഓരോ രേഖകളും ഓരോ രീതിയിലാണ് നോക്കുന്നത്. ചില രേഖകൾ മുകളിൽ നിന്ന്, നമ്മൾ ആയുസ് രേഖയൊക്കെ ആണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് കണക്കാക്കും. ചില രേഖകൾ താഴെ നിന്ന് മുകളിലോട്ട് കണക്കാക്കും. അങ്ങനെ പല രൂപത്തിലാണ് കണക്ക് കൂട്ടുന്നത്, എടുക്കുന്നത്, വർഷവും കണക്കുമൊക്കെ. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു മധ്യവയസ്സിനകത്ത് അദ്ദേഹത്തിന് കേസുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ഭാഗ്യരേഖ മുറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ലാവലിൻ കേസ് അടക്കമുള്ള പലതും വന്നല്ലോ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗ്യരേഖയുണ്ട്. ആ ഭാഗ്യരേഖ കൂടിക്കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ 80-ാം വയസ്സായപ്പോൾ അദ്ദേഹം പഠിച്ച സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞതായിട്ട് കേൾക്കുന്നു, അദ്ദേഹം കുഞ്ഞുനാളിൽ തന്നെ ഒരു മുഖ്യസ്ഥനായി നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രാജാവിനെ പോലെ വാഴും, രാജാവാകും എന്നൊക്കെ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ. അത് നമ്മളിപ്പോൾ അറിഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ഭാഗ്യമുള്ള ഒരു കുടുംബത്തിലാണ്, ഒരു വ്യക്തിയാണ്. ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഹസ്തരേഖയുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇതിങ്ങനെ ഒരുപാട് പേരെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റ് കണ്ടിട്ടുള്ള മന്ത്രിമാരുടെ പലരുടെയും കൂടെ എനിക്ക് ജോലി ചെയ്യാൻ അവസരമുണ്ടായിട്ട് അവരുടെ കൈകളിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ കൈയൊന്നും നോക്കിയിട്ടില്ല ആരുടെയും. പക്ഷെ ഞാനത് ആരൊക്കെയാണെന്ന് പറയുന്നില്ല. ഭാഗ്യരേഖ വളരെ വലുതായി തന്നെ പിണറായിയുടെ കയ്യിൽ കിടപ്പുണ്ട്. അത് സ്ട്രോങ് ആണ്. അതിൽ പക്ഷേ നേരത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വയസ്സ് ഇത്രയും കടന്നുപോയപ്പോൾ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ആ ഭാഗ്യരേഖ കൂടി ഉള്ളത് കൊണ്ടാണ് ആരോഗ്യമൊക്കെ നന്നായി ചികിത്സിക്കുമ്പോൾ, ഇത് എവിടെ പോയി ചികിത്സിച്ചാലും ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ ഒരു കാരണം ഈ ഭാഗ്യരേഖ കൂടി കൊണ്ടാണ്. ഈ ഭാഗ്യരേഖ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത ഭാഗ്യമുണ്ട്. രാജാവാകാനുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കാനുള്ള എല്ലാ അധികാരവും സമ്പത്തും ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഹസ്തരേഖയാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ ഹസ്തരേഖ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും അല്ല ഇത് പറയുന്നത്. പക്ഷേ ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും പിണറായി വിജയനെ അങ്ങനെ ഒന്നും തോൽപ്പിക്കാൻ ആരും കരുതണ്ട. അദ്ദേഹം നല്ല ഒരു ഹസ്തരേഖയുമായിട്ടാണ്, കയ്യിലെ രേഖകളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് സൂചിപ്പിച്ചത്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൈ ഇനി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നവർ, ഇനി അദ്ദേഹം അഭിവാദ്യം ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന് അത് കാണുമ്പോൾ കൈ കൂടെ ഒന്ന് നോക്കുക. ആ കയ്യിൽ വളരെ ശക്തമായ കിടപ്പുണ്ട്, നമ്മുടെ ഭാഗ്യരേഖ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. എന്നെങ്കിലും ഒരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈരേഖയും പറയാൻ അവസരം കിട്ടിയാൽ പറയുന്നതാണ്, പഠിച്ചിട്ടുള്ളത് കൊണ്ട്. പക്ഷേ ഇത് തൊഴിലായിട്ടൊന്നും സ്വീകരിച്ചിട്ടില്ല, ആരുടെയും പറയാറില്ല. പക്ഷേ പഠിച്ചിട്ടുണ്ട്, അത് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇത് പറയാൻ അവസരം കിട്ടിയാൽ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിച്ചാൽ ബാക്കി കാര്യങ്ങൾ കൂടി പറയുന്നതാണ്. പക്ഷേ ഞാനിതൊരു പ്രൊഫഷനായി എടുത്തിട്ടില്ല. ഇത് ശാസ്ത്രമാണോ അശാസ്ത്രമാണോ, മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. ആ ചർച്ച ഈ വീഡിയോയുടെ പർവ്യൂവിൽ വരുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കൗതുകമായ കാര്യം ജനങ്ങളെ അറിയിക്കുവാൻ ഒരു അവസരം ഡിജിറ്റൽ മീഡിയ വഴി കിട്ടിയപ്പോൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രം.